ഞാൻ കേന്ദ്ര ബഡ്ജറ്റ് കേട്ടിട്ട് തളർന്നിരിക്കുന്ന ഇരുത്താണ് കേട്ടാ. കേരളത്തിന് ഒന്നും ഒരു ഉണ്ടിയും കിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ വയനാടിൻ്റെ ഉരുളുപൊട്ടിയ വയനാടിന് നമ്മളെ വയനാടിന് വേണ്ടി ഇവരെന്തെങ്കിലും പ്രഖ്യാപിക്കുമെന്ന് ഞാൻ വ്യാമോഹിച്ച് മനുഷ്യത്വം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഞാൻ നോക്കുമ്പോൾ ഇന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം ബീഹാറികളെല്ലാം തിരിച്ച് നാട്ടിലേക്ക് പോയിരുന്നു. കേരളത്തിലുള്ള നമ്മളെ നാട്ടിലുള്ള കുറേ ബീഹാറികളെ ഞാൻ വെച്ചാൽ എന്താടാ അപ്പോൾ പറയുന്നത് അപ്പല്ലേ സംഭവം അറിയുന്നത് ബീഹാറിന് വേണ്ടിയിട്ട് അവർ മൊത്തം ബഡ്ജറ്റ് വേറൊന്നുമല്ല കേട്ടാ. ബീഹാറിലെ അടുത്ത ഇലക്ഷൻ നടക്കാൻ പോയത് ബീഹാറികൾ പറഞ്ഞു ഇലക്ഷൻ കഴിയുന്നവരെ ബീഹാറാണ് ഇനി സ്വർഗ്ഗം, കേരളം അല്ലാന്ന്. പക്ഷേ നമ്മൾ സുരേന്ദ്രേട്ടനും ബി ജെ പിക്കാരും പറയുന്നത് ആദായ നികുതി ഇനി 12 ലക്ഷത്തിന് മുകളിൽ ഇവർക്ക് കൊടുത്താൽ മതി, സാധാരണക്കാരൻ്റെ രക്ഷപ്പെട്ടത്. ഞാൻ ചോദിക്കുന്നത് ഈ 12 ലക്ഷം വരെ ആദായ നികുതി അടക്കുന്ന ഒരു സാധാരണക്കാരൻ നിങ്ങൾ കാണിച്ചൊരു ഇന്ത്യയിൽ, കേരളത്തിലോട്ട് ഇന്ത്യയിൽ 12,000 ഉറുപ്പ്യ ഒരു വർഷം എടുത്ത് വെക്കാൻ എന്ത് 12 രൂപ ഒരു വർഷത്തിൽ മാറ്റി വെക്കാൻ കഴിയുന്നുണ്ടോ സാധാരണക്കാരന്? നിങ്ങൾ ഇത്രയും ചാണകം നടക്കല്ല കേട്ടാ. നിങ്ങളൊരു മലയാളിയാണ്, ഇന്ത്യക്കാരൻ തന്നെ, രാജ്യസ്നേഹികളാണ്. പക്ഷെ നിങ്ങൾ മലയാളി കൂടിയാണ് കേട്ടോ. കേരളത്തിന് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ മറ്റേ മുരളീധരേട്ടൻ്റെ പെട്രോളിൻ്റെ സിദ്ധാന്തം ഉണ്ടല്ലോ, അമ്മാരി സിദ്ധാന്തം കൊണ്ട് നിങ്ങൾ ബെരല കെട്ട വെറുതെ അല്ല. സുരേഷ് ഗോപി ജയിച്ചത് നിങ്ങളെ ബി ജെ പിൻ്റെ പവർ കൊണ്ടൊന്നല്ല, അയാളൊരു നല്ല മനുഷ്യനാണെന്ന് തൃശ്ശൂർക്കാർ വിചാരിച്ചുകൊണ്ടാണ്. അത് ഏകദേശം ഇപ്പോൾ തെറ്റിദ്ധാരണയായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതേ പോകാണെങ്കിൽ ഇനി എന്താ അടുത്ത ഇലക്ഷൻ നിങ്ങൾ ഇരുന്ന് ജനങ്ങളെ അടിച്ചു പൊട്ടിക്കും കേട്ടോ.